നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ ചിഹ്നം കഴുതാ, നമ്മുടെ ചിഹ്നം കഴുതാ. ഓരോ വോട്ടും കഴുതയ്ക്ക്, ഓരോ വോട്ടും കഴുതയ്ക്ക്, ഓരോ വോട്ടും കഴുതയ്ക്ക്, ഓരോ വോട്ടും കഴുതയ്ക്ക്. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ ചിഹ്നം കഴുതാ, നമ്മുടെ ചിഹ്നം കഴുതാ. ഓരോ വോട്ടും കഴുതയ്ക്ക്, ഓരോ വോട്ടും കഴുതയ്ക്ക്, ഓരോ വോട്ടും കഴുതയ്ക്ക്, ഓരോ വോട്ടും കഴുതയ്ക്ക്. കഴുത ഞങ്ങൾ, കഴുത ഞങ്ങൾ, കഴുത ഞങ്ങൾ കൂട്ടരെ. ഞങ്ങളും നിങ്ങളും കഴുതയാണ് കൂട്ടരെ. ഞങ്ങളും നിങ്ങളും കഴുതയാണ് കൂട്ടരെ. മുദ്രാവാക്യം വിളി മതി. ഇതൊരു കാര്യം എല്ലാവരോടും കൂടെ പറയാണ്, അവിടെ ചെന്ന ഉടനെ മതിലിന്റെ കാര്യം എഴുന്നള്ളിക്കരുത്. ഓക്കെ, വേണ്ട. എന്നാ പിന്നെ നമുക്ക് പിരിവ് ചോദിക്കാം. റെസീറ്റ് എടുത്തില്ല. പിരിക്കാൻ എന്തിനാ റെസീറ്റ്? പിരിവ് എപ്പോ നോക്കിയാലും പിരിവ്. ഒരാഴ്ച മുമ്പ് വന്ന് പിരിച്ചു പോയല്ലേ ഉള്ളൂ. പിരിവിന്റെ കാര്യമൊന്നും പറയണ്ട. അവിടെ ചെന്ന് അത്യാവശ്യം കുശലാന്വേഷണമൊക്കെ നടത്തി ക്രമേണ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് മതിലിന്റെ മുകളിൽ കയറാം. അതിന് മതിലിന്റെ മുകളിൽ കയറുന്ന എന്തിനാണ്? താഴെ ഇരുന്ന് എഴുതിയ പോരെ. ഓ, ഞാൻ നിന്നെ വല്ലതും ചെയ്യും. എടാ, മതിലിന്റെ മുകളിൽ കയറിയിരിക്കേണ്ട കാര്യമല്ല പറയണത്. എങ്ങനെയെങ്കിലും സംസാരിച്ചിട്ട് നമുക്ക് ആ മതിലൊന്ന് കിട്ടട്ടെ. പിന്നെ വേറൊരു കാര്യം, ഞാൻ അവിടെ ചെന്നിട്ട് ചില നമ്പറുകളൊക്കെ കാണിക്കും. ഞാനും വേണ്ട, നീ ഇനി നമ്പറുകൾ കാണിച്ചു തുടങ്ങി അതാകെ കുഴപ്പമാവും. മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കരുത്. പിന്നെ ഞാനത് ക്ലിയർ ചെയ്യാൻ നിൽക്കേണ്ടി വരും. വോട്ട് കിട്ടിയില്ലെങ്കിൽ മതിൽ കിട്ടിയാൽ മതി. അത് കിട്ടും. ചേച്ചി, എന്തൊരു ചേച്ചി? നീ എന്തിനാണ് അവളെ ചേച്ചി എന്ന് വിളിക്കുന്നത്? അവൾക്ക് നിന്റെയൊക്കെ 3-4 വയസ്സ് കുറവല്ലടോ. ഇങ്ങനെ ആര് പിടിച്ച് പാർട്ടിയുടെ കൺവീനർ ആക്കിയത്? ഇലക്ഷൻ സമയത്ത് ഏത് വീട്ടിൽ ചെന്നിരുന്നാലും ചേച്ചി, ചേട്ടാ, അച്ഛ, അമ്മ, അപ്പച്ചി എന്നൊക്കെ വിളിക്കേണ്ടി വരും. പണ്ട് എബ്രഹാം ലിങ്കൻ വരെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് വോട്ട് പിടിച്ചിട്ടുള്ളത്. ചുമ്മാ അവിടെ പോയി മണ്ടത്തിനൊന്നും വിളിച്ച് പറയല്ലേ. ചേച്ചി, 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 അങ്ങനെയൊന്നും പറയണ്ടത്, വെറുതെ നടന്നാ മതി. സത്യശീലനോ? ഞാൻ അറിഞ്ഞു. മെയ് 18-ാം തീയതി അല്ലേ? ഏതമ്പലത്തിൽ വെച്ചിട്ടാ? ഇനി എന്റെ കല്യാണം. അത് പറയാൻ വേറെ വരും. ഈ ചിഹ്നം കണ്ടു മനസ്സിലായില്ലേ? ഞങ്ങള് ഇലക്ഷന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അതല്ലടോ, ഈ കാലായ ഏത് പരിപാടിക്ക് പോകുമ്പോഴും നിങ്ങൾ ഇതൊന്നും ഊരാറില്ലല്ലോ. ചേച്ചി ഒന്നുമില്ലേട്ടാ? ഇല്ലടോ. അപ്പൊ സുധേട്ടാ, ചേച്ചിയും ചേട്ടനും ഞങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യൂന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഇത്തവണ അത് പോരാ. എന്നാ മാറ്റി ചെയ്യാം. മാറ്റി ചെയ്യാനെന്നല്ല പറയുന്നത്, നമുക്ക് ഭൂരിപക്ഷം കൂട്ടണ്ടേ. അതിനിപ്പോ ഞാൻ അവള് മാത്രം വിചാരിച്ചിട്ട് എന്താ കാര്യം? അത് ശരിയാ. ചേട്ടനും ചേച്ചിയും മാറി മാറി വോട്ട് ചെയ്താ നമ്മളെങ്ങനെ ജയിക്കും? ചേട്ടാ, ചേട്ടന്റെ വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട് പോലെയാണ്. ചേട്ടന്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികളെ പോലെയാണ്. ചേട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ. ചേട്ടന്റെ പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊക്കെ ഞങ്ങളുടെ കൂടി പ്രശ്നങ്ങളാണ്. അങ്ങനെ ഇപ്പൊ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലടോ. ഒരു വാദത്തിന്റെ ഒരു ചെറിയ ലക്ഷണമാണ് തോന്നുന്നു, കാലിനൊരു തരിപ്പൊക്കെ. വാദമല്ല, നിസ്സാരം ഒരു ക്യാൻസർ ആയിരുന്ന പോലും ഞങ്ങളുണ്ട് കേട്ടാ കൂടെ. ഇത്തവണ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ടത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. നിങ്ങളുടെ ആവശ്യം എന്താ വെച്ചാൽ നിങ്ങളുടെ നേതാവിനോട് പറഞ്ഞാൽ പോരാ, അയാൾ സഹായിച്ചു തരില്ലേ? എന്റെ ചേട്ടാ, നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലത്തിന്റെ വികസനത്തിന് നമ്മോടൊപ്പം നിൽക്കുന്ന, നമ്മളെ അറിയുന്ന, നമ്മളറിയുന്ന നമ്മുടെ പൊന്നോമനപ്പെട്ട സ്ഥാനാർത്ഥി. ഇതൊക്കെ തന്നെയാണോ മറ്റു പാർട്ടിക്കാരും വന്ന് പറയണത്? ഞങ്ങൾ അറിയുന്ന ഞങ്ങളുടെ നാട്ടുകാരനായ ഞങ്ങളിൽ ഒരാളെന്ന്. അതിലൊന്നും വലിയ കാര്യമില്ല. അല്ല സുധേട്ടാ, നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും നാട്ടുകാരറിയണ്ടേ, നാടറിയണ്ടേ? അതിനല്ലേ ബാലറ്റ് പേപ്പറിലെ പേരും ചിഹ്നമൊക്കെ ഉള്ളത്. അത് പോരാ. ഈ ഐശ്വര്യമുള്ള ചേട്ടന്റെ വീടിന്റെ ആ മതിലുണ്ടല്ലോ, അതിലാകെ പായൽ പിടിച്ച് കിടക്കുകയാണ്. ഒരു കൊല്ലായി. അത് നമുക്ക് ഒന്ന് ചുരണ്ടി മാറ്റിയിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നം അങ്ങ് എഴുതാന്ന് വിചാരിക്കുക. ചേട്ടാ, അതിന് സമ്മതം തന്നാ മതി. എന്റെ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അവിടെ എഴുതി വെച്ചിട്ട് കണ്ടില്ലേ, പരസ്യം പതിക്കരുതെന്ന്? അതിന് സാരമല്ല കേട്ടാ. പരസ്യം പതിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുള്ള എത്രയോ മതിലുകളിൽ പട്ടി കൊണ്ട് സൂക്ഷിക്കാന്ന് എഴുതി വെച്ചിട്ടില്ലേ? എടോ, അതൊക്കെ ആ വീട്ടുകാരുടെ സൗകര്യമാണ്. അതിന് നിങ്ങൾക്ക് എന്താ കാര്യം? ചേട്ടാ, ചേട്ടന്റെ ഈ മതിലുണ്ടല്ലോ, അത് ഞങ്ങളുടെ പാർട്ടിയുടെ അഭിമാന പ്രശ്നമാണ്. നിങ്ങളുടെ അഭിമാന പ്രശ്നം എന്റെ മതിലാണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഈ നേതാവ് ഒരു സ്ത്രീ പീഡന കേസിൽ പെട്ടപ്പോ അതിന്റെ പരസ്യം എല്ലാ മതിലും എഴുതി വെച്ചിരുന്നില്ലേ? ആ പരസ്യം പോരെ? അയ്യോ, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ചേട്ടാ. അന്ന് ഞങ്ങൾ ആക്ഷേപിച്ച ആളുകളെല്ലാം ഇപ്പൊ ഞങ്ങളുടെ കൂടെയാണ്. ഇതാ നിൽക്കുന്നത് കണ്ടില്ലേ? ഇവരൊക്കെ അന്ന് ആക്ഷേപിച്ച ആളുകളാ. ചേട്ടാ, എങ്ങാനും വോട്ട് കുറഞ്ഞു പോയാൽ അത് പ്രചരണത്തിന്റെ കുറവാണെന്ന് പറയും. പാർട്ടിയിൽ എന്റെ ഇമേജ് പോകും. അതെ, അങ്ങനെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നൊന്നും എന്റെ മതിലൊട്ടിച്ചിട്ട് ഇമേജ് ഉണ്ടാക്കണ്ട ചേട്ടാ. അതിനൊരു പ്രശ്നമല്ല. ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസം വിജയിച്ചിട്ട് ഞങ്ങൾ ചെണ്ടമേളത്തോടു കൂടി വന്നിട്ട് ചേട്ടന്റെ വീടിന്റെ മതിലിന്റെ പെയിന്റ് അടിച്ചു തരും. നിങ്ങൾ ജയിച്ചില്ലെങ്കിലോ? ജയിച്ചില്ലെങ്കിലും പെയിന്റ് അടിച്ചു തരും. ചെണ്ട ഉണ്ടാവില്ല. നിങ്ങൾ ജയിച്ചു പോയാൽ തന്നെ പറഞ്ഞ വാക്ക് പാലിക്കാത്തവരാ. ഇനി തോറ്റു കഴിഞ്ഞാൽ ചെയ്യാൻ പോകും. അത് നടക്കില്ലേ? അതെ ചേട്ടാ.
ചേട്ടന്റെ ഈ മതിൽ ചുവരെഴുതാൻ തന്നില്ലെങ്കിൽ ചൈനയിൽ പോയിട്ട് വൻമതിൽ ചുവരെഴുതാനുള്ള ശക്തി ഞങ്ങളുടെ പാർട്ടിക്കുണ്ട്. എന്നാ എല്ലാരും കൂടി ചൈനയ്ക്ക് വിട്ടോ. പറയട്ടെ, ഇന്നലെ കൂടെ ഞങ്ങൾ പാർട്ടി മീറ്റിംഗ് കൂടിയപ്പോ ചേട്ടന്റെ വീടിന്റെ കാര്യം ഞങ്ങൾ പ്രത്യേകം ഡിസ്കസ് ചെയ്തു. അത് പ്രത്യേക അജണ്ടയായിരുന്നു. അതെപ്പോഴും ഞാൻ ഇല്ലാതെ നീ ഉണ്ടായിരുന്നു. അല്ല അതല്ലേ എന്റെ വീടിന് ഇപ്പൊ എന്താ കുഴപ്പം? എന്താ വീടിന് കുഴപ്പമെന്നോ? ചേട്ടാ, ചേച്ചി ഓഫീസിൽ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ. എന്താ വരാത്തത്? എന്താ വരാത്തത്? എന്താ വരാത്തത്? ഞങ്ങളോടാ ചോദിക്കുന്നത് എന്താ വരാത്തത്. ഇവിടെ ഒരു 3-4 ബസ് മാറി കയറിയിട്ട് വേണം പാവത്തിന് ഇവിടെ എത്താൻ. അപ്പത്തിന് നേരൊക്കെ ഒഴുകും. അയ്യോ, ഇനി രാത്രി ആവുമല്ലേ? പിന്നെ രാത്രിയാവൂലേ? ചേട്ടാ, ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചാൽ ആ സ്വാധീനം ഉപയോഗിച്ച് നമുക്ക് ചേച്ചിയെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഓഫീസിലേക്ക് സ്ഥലം മാറ്റം വാങ്ങിക്കാം. മതില് തന്ന വീടിനടുത്ത്, അല്ലെങ്കിൽ കേരളത്തിന്റെ വടക്കേ അറ്റത്ത് ഏത് വേണം ചേട്ടൻ തീരുമാനിച്ചോ. ഏത് വേണമെന്ന് പെട്ടെന്ന് തീരുമാനിക്കണം. ഞങ്ങൾക്ക് വേറെ ജോലിയുള്ളതാണ്. എന്റെ പൊന്നു ചേട്ടാ, ഓരോ വാർഡിലെയും ഓരോ കുടുംബത്തിന്റെയും നീറുന്ന പ്രശ്നങ്ങൾ അത് സ്ഥാനാർത്ഥിയെ അറിയിക്കുന്നതിനും അതിന് പരിഹാരം കാണുന്നതിനും വേണ്ടി പാർട്ടി പ്രത്യേകം തീരുമാനമെടുത്തിരിക്കുകയാണ്. നമ്മുടെ നാടിന്റെ സ്പന്ദനം അറിയുന്ന പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്ന കരങ്ങൾക്ക് ശക്തി പകരുവാൻ, നമ്മുടെ ചിഹ്നം കഴുതയാണെന്ന് അറിയിക്കുവാൻ, ആ ശബ്ദം കേന്ദ്രത്തിൽ കേൾപ്പിക്കാൻ വേണ്ടിട്ട് ദയവ് ചെയ്ത് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്നും മറ്റേ പാർട്ടിക്കാർ അറിയരുത്. അതെന്താ അറിഞ്ഞാൽ എന്താ അറിയരുത്? അതിൽ വേറെ പോയിന്റ് ഉണ്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം സ്ഥലം മാറ്റം. എന്ത് പറയുന്നു? ഉറപ്പാണോ? ഉറപ്പ്. എന്നാ പിന്നെ നിങ്ങൾ ഒട്ടിച്ചോ. നാട്ടുകാരെ, നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ ചിഹ്നം കഴുത? നമ്മുടെ ചിഹ്നം കഴുത. അതെന്താ അവരറിഞ്ഞാല്? നടക്കട കഴുതേ. നാട്ടുകാരെ, നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ ചിഹ്നം കഴുത? നമ്മുടെ ചിഹ്നം കഴുത. നാട്ടുകാരെ, നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ ചിഹ്നം കഴുത? നമ്മുടെ ചിഹ്നം കഴുത. ഓരോ വോട്ടും കഴുതക്ക്, ഓരോ വോട്ടും കഴുതക്ക്, ഓരോ വോട്ടും കഴുതക്ക്, ഓരോ വോട്ടും കഴുതക്ക്, ഓരോ വോട്ടും കഴുതക്ക്. അവിടെ അവിടെ. ഹലോ സാർ, പറഞ്ഞോ. ഞാൻ എത്തണോ? ഇല്ല, അതിപ്പോ തന്നെ വിട്ടോ, കുഴപ്പമില്ല. ഇല്ല, അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ഓ ശരി ശരി. ഓക്കെ. ഈ മനുഷ്യൻ ചേട്ടാ, ചേട്ടാ, ഈ ചേട്ടാ. എന്താ മുദ്രാവാക്യം വിളിച്ചു പഠിക്കുക? അന്റെ ഈ വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല അന്നെ പട്ടിക്കാട്ടിലേക്ക് സ്ഥലം മാറ്റിന്ന്. നിങ്ങളെ പോലെയുള്ള കെട്ടിയന്മാരുണ്ടെങ്കിൽ പട്ടിക്കാട്ടിലോട്ട് പോണ തന്നെയാ നല്ലത്. ആരാ കഴുതാ? എന്ത്? ആരാ ഈ കഴുതാന്ന്? എന്റെ ഭാര്യ. ചേട്ടാ, എന്റെ വായിരിക്കുന്ന കേക്കല്ലേ നിങ്ങള്? ആരാ പോസ്റ്റർ അതിനകത്ത് ഒട്ടിച്ചു വെച്ചേ? അതാ പാർട്ടിക്കാർ വന്ന് കാല് പിടിച്ച് പറഞ്ഞ പൊട്ടിച്ചോളാൻ പറഞ്ഞു. എന്തേ? പാർട്ടിക്കാർ വന്ന് കാല് പിടിച്ച് പറഞ്ഞ് പൊട്ടിച്ചോളാൻ പറഞ്ഞു. എങ്കിൽ പെട്ടെന്ന് അതൊന്ന് വലിച്ചേറി കളഞ്ഞേക്ക്. അതൊന്നും പറ്റില്ല. എന്നിട്ട് വേണം അവരെ തന്തയ്ക്ക് വിളി കൂടി ഞാൻ കേൾക്കാൻ. ഓ എന്റെ മനുഷ്യ, നിങ്ങളിത് എന്തറിഞ്ഞിട്ടായി പറയണേ? എതിർ സ്ഥാനാർത്ഥി ആരാന്ന് നിങ്ങൾക്ക് അറിയോ? സ്ഥാനാർത്ഥിയുടെ പേരൊന്നും അറിയില്ല, ചിഹ്നം എന്താണെന്ന് അറിയാം. അത്ര അറിയാലോ. എന്റെ ഓഫീസറുടെ അപ്പച്ചിയുടെ മോനാ. ഓന്തോ? ഓന്തടയാളത്തിൽ മത്സരിക്കണേ. നല്ല കാര്യമില്ലടി, മത്സരിക്കട്ടെ. എന്നിട്ട് ഓന്ത് ജയിച്ച് കേന്ദ്രത്തിൽ പോട്ടെ, നമുക്കെന്താ? എന്റെ ചേട്ടാ, സാർ എന്നെ രഹസ്യമായിട്ട് എന്താ വിളിച്ച് പറഞ്ഞെന്ന് അറിയോ നിങ്ങക്ക്? രഹസ്യമായിട്ടോ? എന്താ പറഞ്ഞു? ഓന്തിനെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം സാറ് തന്നെ നേരിട്ട് ശരിയാക്കി തരാന്ന്. അങ്ങനെ സാറ് നമുക്ക് ചെയ്തു തരുമ്പോ നമ്മളൊരു താല്പര്യമൊക്കെ തോന്നണ്ടേ സാറിന്? ഞാൻ അതുകൊണ്ട് സാറിന്റെ പാർട്ടിക്കാർക്ക് മതിൽ കൊടുക്കാന്ന് പറഞ്ഞു പോയി. എടി അതന്നെയാടി ഈ പാർട്ടിക്കാർ വന്ന് പറഞ്ഞതേ, മതിൽ കൊടുത്തു കഴിഞ്ഞാൽ കമ്മിറ്റിയിൽ പറഞ്ഞിട്ട് എന്നെ നാട്ടിലേക്ക് സ്ഥലം മാറ്റി തരാന്ന് പറഞ്ഞോണ്ടല്ലേ. പക്ഷെ ഞാൻ സാറിന്റെ മുഖത്ത് എങ്ങനെ നോക്കും? അപ്പൊ എന്ന് നോക്കണ പോലെയാണ് നോക്കണം. നിങ്ങൾ വല്ല ഒപ്പിട്ടും കൊടുത്തിട്ടുണ്ടോ? ഒപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ രക്ഷപ്പെട്ടു. ഈ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. പിന്നെന്താടി പ്രശ്നം? നമുക്ക് ആരായിട്ട് ഒരു പണക്കം വേണ്ട. ആ മതിൽ 2 ആള് പകുതിശാണ്ട് എടുത്തോട്ടെ, കാര്യം കഴിച്ചില്ലേ? അത് ശരിയാവോ? അത് ശരിയാവും. എന്നാ പിന്നെ വാ, ഒരു മതിലെ പറിച്ചു കളയാ. നോക്കി ഒന്നാമത് ഈ കാര്യമൊക്കെ പറയുമ്പോ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് വേണ്ട വരെ. പളവെള്ള മിന്നും കളറുകൾ മാറി കളവില്ലാത്തൊരു ഓന്താണ്. പളവെള്ള മിന്നും കളറുകൾ മാറും കളവില്ലാത്തൊരു ഓന്താണ്. പളവെള്ള മിന്നും കളറുകൾ മാറും കളവില്ലാത്തൊരു ഓന്താണ്. പളവെള്ള മിന്നും കളറുകൾ മാറും കളവില്ലാത്തൊരു ഓന്താണ്. അന്തോം കുന്തോം ഇല്ലാതെന്തും വിളിച്ചോതുന്നുള്ളൊരു ഓന്തല്ല. അന്തോം കുന്തോം ഒന്നും ഓന്തല്ല. അവിടെ ചെന്നാ ഒരു കൊന്ന് പരാതി പറയും. പക്ഷെ ഞാൻ ഡീൽ ചെയ്തോളാം. അതൊക്കെ നോക്കിക്കോ. ആ തള്ളുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടില്ല. എന്താ? ശരിയാവില്ല. തള്ളയൊന്നും ഉണ്ടാവില്ല. നീ വാ. കാണില്ലല്ലേ? അങ്കിളേ
അങ്കിളെ. എന്ത് വർത്താനം ഈ പറഞ്ഞു? ഓരോ സ്ഥലത്തിനനുസരിച്ച് വിളിക്കാൻ പഠിക്ക്. അല്ല നമ്മളിപ്പോ അപ്പുറത്തെ അച്ഛന്റെ വീട്ടിൽ പോയപ്പോ അങ്കിളെന്ന് വിളിച്ചില്ല. ആ ഇവിടെ അത് വേണ്ട. മാവോ മാവോ പെൻഷൻ കിട്ടിയില്ല കേട്ടോ. അത് ഞങ്ങള് പേടിച്ചരാ. പോസ്റ്റ് ഓഫീസിൽ ചോദിച്ചപ്പോ പറഞ്ഞു പഞ്ചായത്തിൽ ചെല്ല. പഞ്ചായത്തിൽ ചെന്നപ്പോ പറഞ്ഞു തിരുവനന്തപുരത്തേക്കല്ല. എന്ത് ചെയ്യാൻ, വയസ്സായ കാലത്ത് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്? അതെ, ഇതൊന്നും പേടിക്കണ്ട. പറ്റുമെങ്കിൽ ഞാൻ ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് പോയിട്ട് സംഭവം കൈയോടെ തന്നെ കാശ് മേടിച്ചിട്ട് വരാം. വലിയ ഉപകാരം. ഇന്നിപ്പോ തിരുവനന്തപുരത്ത് പോയ ഉച്ചക്കുള്ള കമ്മിറ്റിയാ. ഏത് കമ്മിറ്റി? കമ്മിറ്റി നാളെ വേണമെങ്കിൽ മാറ്റാം. ചേട്ടന്റെ കാര്യം നടക്കട്ടെ. മോനെ, പെൻഷൻ കാശ് ഈ കുടുംബത്തിന് ഒന്നിനും തികച്ചില്ല. ഒരു മാസം കൂടെ അങ്ങനെ കഴിയട്ടെ. നമ്മടെ സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാ ഇങ്ങക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് കൊടുക്കുന്ന പെൻഷൻ കാശും കൂടി ഞാൻ മേടിച്ചു. അയ്യോ, ഞാൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. എന്തായാലും മേടിച്ചു തരും. എന്റെ ചേട്ടാ, വേണ്ട ഈ കോയൊക്കെ വിചാരിച്ചാൽ നിങ്ങൾക്ക് വിധവാ പെൻഷൻ വരെ വാങ്ങിച്ചു തരില്ലേ? അല്ല പിന്നെ അതിനിങ്ങനെ കുത്തിരുത്താൻ പറ്റൂല. ഇറങ്ങണോ ഞങ്ങളുടെ കൂടെ, ഇറങ്ങി പ്രവർത്തിക്കണോ? മോനെ, അതിന് കാലിന് സുഖമില്ലല്ലോ എനിക്ക്. കാലിനൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ആ ബൂത്തിൽ വന്നിരുന്നാൽ മതി, ഇലക്ഷൻ ബൂത്തിൽ വന്നിരുന്നാൽ മതി വെറുതെ. അന്നാ പിന്നെ റേഷൻ കാർഡും സഞ്ചി എടുക്കണം. അതൊന്നും കൊടുക്കണ്ട, അതൊന്നും ഇപ്പൊ എടുക്കണ്ട. അതെ കോയക്ക, ഈ കുഴി കാലം നീട്ടിരിക്കണ ഇതിനൊക്കെ എടുത്ത് എന്തിനാ ബൂത്തിക്കൊണ്ടിരുത്തണേ? ഇവരിനൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഇരിച്ചാലാണ് ഇവര് നമ്മുടെ ആൾക്കാരെന്ന് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊന്നും പിടിക്കൂലേ? തട്ടി എങ്ങാനും പോയ അതിനേക്കാളും തലവേദനയാണ്. അതൊന്നും ഒരു ബോധമില്ല. അപ്പൊ ആ സഹതാപ വോട്ടും കൂടി നമുക്ക് കിട്ടൂലേ? അഞ്ചൊക്കെ ആൾക്കാർ ഇവിടെ വോട്ട് ചെയ്യാനുള്ളതാണ്. അപ്പൊ എന്നാ ഇറങ്ങിക്കോളാം, എന്നാ പോവാ. പോവാ അല്ലേ? ആ അതെ. അയ്യോ, അച്ഛനെ ഇവിടെ കൊണ്ടുപോവാ. എന്താ മണ്ടോതിരി മാമൻ ഞങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തില് മണ്ടോതിരി ജനിച്ചിട്ടില്ല. നീയും ജനിച്ചിട്ടില്ല. ഞാൻ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊണ്ട് ചോര മുള്ളിയവനാ, അറിയോ? അതെ, അപ്പൊ നമുക്ക് ബൂത്തിലേക്ക് കടന്നാലോ? എവിടെ? അപ്പൊ പറഞ്ഞ പോലെ ബൂത്തിലേക്ക്. അയ്യോ, അമ്മായിയമ്മ വന്ന് എന്നോട് ചോദിക്കുള്ളൂ. എനിക്ക് നല്ല ചെയ്ത് കേൾക്കും. ഇപ്പൊ അച്ഛൻ പോകുന്നു വേണ്ട, ഇവിടെ നിന്നെ. മണ്ടു അമ്മായി അമ്മയൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അല്ല അമ്മായി അമ്മ ഇപ്പൊ ഏത് പാർട്ടിയില? അവരിപ്പോഴും ഇങ്ങനെ ആടി ആടി നിക്കാം. കാശ് എവിടുന്ന് കൂടുതൽ കിട്ടണോ അങ്ങോട്ട് മാറി. കാശോ? ലോകസഭ ഇലക്ഷനോ? ലോക്സഭ ഇലക്ഷൻ ആയാലും പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും ഞങ്ങൾ ചെയ്യണ വോട്ട് തന്നെയല്ലേ? കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് ഞങ്ങൾ വോട്ട് ചെയ്തതിന് 150 രൂപ ഈ വീട്ടിലേക്ക് കൊടുത്തു വിട്ടതാ. അതിന് 50 രൂപ ഇയാൾ അടിച്ചു മാറ്റി. സത്യമായിട്ട് ഇയാൾ അടിച്ചു മാറ്റി. ഇതേ എന്റെ അമ്മായിയമ്മ എങ്ങാനും നിങ്ങളെ കണ്ടെന്നാലും പുളിച്ചു തെറി ഒക്കെ പോട്ടെ അതൊക്കെ പോട്ടെ. ഞങ്ങൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒക്കെ ഞങ്ങൾ സമ്മതിക്കും. ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്തിട്ടുണ്ട്? അപ്പൊ ഞങ്ങൾ അച്ഛനെ കൊണ്ടുപോട്ടെ. അയ്യോ, ഉച്ചക്ക് എന്തേലും കൊടുക്കണേ. തീരെ സുഖമില്ലാത്ത ആളാ എന്റെ മണ്ടോതിരി. ഞങ്ങൾ പ്രവർത്തകർക്ക് വിശപ്പും ദാഹമില്ല. വയറിന്റെ വികസനമല്ലേ ഞങ്ങൾക്ക്, നാടിന്റെ വികസനമാണ് ഞങ്ങൾക്ക് ആവശ്യം. വരിങ്ങള് ഇടക്കിടക്കുള്ള ബീഡിയും കട്ടൻ ചായയും അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ ഏറ്റവും. അത് നമ്മൾ ഇടക്കിടക്ക് കൊടുത്തോളൂ. വേറൊരു കാര്യം, നാളെ പാർട്ടി ഫണ്ട് പിരിക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരും. അത് കമ്പനിന്ന് പിരിച്ചല്ലോ. അത് കമ്പനിക്കാരുടെ വകയായിട്ട് അവിടുന്ന് കൊടുക്കണല്ലേ, അത് അല്ലാണ്ടുള്ള പിരിവാ ഞങ്ങൾ പറഞ്ഞു. അത് അവിടുത്തെ പ്രവർത്തകർക്കുള്ളത്. അതെ അതെ അതെ. ഇതിവിടെ നമ്മുടെ നാട്ടില് പിന്നെ 100 ആൾക്കാർ പാർട്ടിയിലുള്ളത്. പിന്നല്ലാണ്ട് എല്ലാം ഒരു ബിരിയാണിയെങ്കിലും വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിലേ. ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തില്ലേ കൂടെ നിൽക്കാൻ ആളെ കിട്ടില്ല. ഇത്തവണ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാണ്. ഈ വനിതകളുടെ മീറ്റിംഗ് സമ്മേളനം എന്നൊക്കെ പറഞ്ഞ് ഈ വീട്ടിൽ വെക്കാൻ പറ്റൂല. കഴിഞ്ഞ ഇലക്ഷന് വച്ചതിന്റെ പേരില് ഞങ്ങൾക്ക് ചെലവായ ചായപ്പൊടി, പഞ്ചസാര, ഇതൊന്നും ഇങ്ങോട്ട് ഇതുവരെ മേടിച്ച് തന്നിട്ടില്ല. അതിന്റെ പൈസയും തന്നിട്ടില്ല. ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നോക്കും. ഒരു ചാക്ക് പഞ്ചസാരങ്ങൾ കൊണ്ടുവന്ന് തരും ഞങ്ങൾ. അങ്ങനെയല്ലാതെ ഇവിടെ മീറ്റിംഗ് ഒന്നും വെക്കാൻ പറ്റില്ല. വേണ്ട, അവിടെ ഇതിന്റെ അകത്ത് വേണ്ട. നമുക്ക് ഇവിടെ ടാർപ്പായിട്ട് മുറ്റത്താക്കാം. ഇവിടുന്ന് ചായ വെള്ളം ഒന്നും തരില്ല. വേണ്ടല്ലോ, എന്തൊരു കഷ്ടത്. എന്റെ അമ്മായിയമ്മയുടെ സ്വഭാവം അറിയാലോ. കോയക്ക, ഇലക്ഷൻ കഴിഞ്ഞ് നമ്മൾ ജയിച്ച ഉടനെ തന്നെ ഒരു 5 ചാക്ക് പഞ്ചാര ഇവിടെ ഇറങ്ങി കൊടുക്കണം. എന്തിനാ ഉറുമ്പടിച്ച് ചാവാനോ? ഇതൊന്ന് പോയിക്കാർന്ന്. നിങ്ങൾക്ക് വേണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ ഇജ്ജങ്ങൾ വന്നങ്ങള് നല്ല കാര്യമായി. അപ്പൊ ശരി വേണ്ടോ അതിന് മറക്കരുതട്ടാ ചിഹ്നം. ഓന്ത് ഓന്ത് ഓന്തേ ഓന്തേ പൊന്നോന്തേ ഓന്തേ ഓന്തേ പൊന്നോന്തേ. പളവെള്ള മിന്നും കളറുകൾ മാറും കളവില്ലാത്തൊരു ഓന്താണ്. പളപള മിന്നും കളറുകൾ മാറും കളവില്ലാത്തൊരു ഓന്താണ്. ഓന്തേ ഓന്തേ പൊന്നോന്തേ. ഹലോ, ആ എപ്പാ എന്താ ഞങ്ങൾ വരുന്നത്? എന്താണ് നമ്മളെ ബൂത്തിന്റെ അവിടെ പ്രശ്നം. ബൂത്തിന്റെ കാർ
ഇപ്പൊ ഇങ്ങോട്ട് അടിയെടുത്ത് അയ്യോ കാല് കാല് ബിരിയാണി വെട്ടി ഞങ്ങള് ബൂത്ത് കെട്ടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് നിങ്ങൾ വന്നിട്ട് കൈയടിച്ചാൽ പിന്നെ ഇലക്ഷൻ തീരുമാനിച്ച അന്ന് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള സ്ഥലമാണ് കേട്ടാ. ബുക്ക് ചെയ്യുന്ന നിങ്ങൾ കരടക്കുന്ന സ്ഥലം നല്ലത്. ഞങ്ങൾ കർണാടക അല്ലെങ്കിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സ്ഥലം. അതെ, ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ആവശ്യമില്ലാത്ത ഈ പൊതുസ്ഥലമൊക്കെ നിങ്ങൾ കൈയെടുക്കുക. കൈക്രമം വേണ്ട. അതെ അതെ, നീ അധികം മൂപ്പിക്കാണ് നിൽക്കേണ്ട. നിന്റെ രാഷ്ട്രീയമൊക്കെ ഇവിടെ ഞങ്ങൾക്ക് അറിയാം. സാധനങ്ങൾ പറിച്ചു ഇവിടെ കുഴിക്കാൻ പറ്റില്ല. നിരപരാധികളായ അണികളെ മർദ്ദിച്ചവശരാക്കിയ കഴുതകളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്തൊരു തെമ്മാടിത്തരാണ് നമ്മൾ ഒട്ടിച്ച നേരെ താഴമാര് കൊണ്ടൊന്ന് ഒട്ടിച്ചിരിക്കുന്നത്. വലിച്ചു കയറാതെ ആ പൊതുസമ്മേളനത്തിൽ പങ്കുചേർന്ന് സമ്മേളനം വിജയകരമാക്കണമെന്ന് വിനീതമായി അവന്മാരെ കാണിക്കുന്നേ വണ്ടി കൊണ്ടുപോയി നമ്മളെല്ലാവരും വിളിച്ചിട്ടോ. ഞങ്ങൾ ബുക്ക് ചെയ്താണ്. ആര് പറഞ്ഞു? ഞങ്ങൾ ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങളുടെ ഗേറ്റിന്റെ മുമ്പിൽ കിടന്നിട്ട് ബഹളം ഉണ്ടാക്കിയല്ലോ. ഞങ്ങൾ പോലീസിനെ വിവരം അറിയിക്കും. എന്നെ സുഖേട്ടാ, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇതിന്റെ മുകളിൽ പോസ്റ്റ് ഒട്ടിച്ചത്? പിന്നെ എന്തിനാണ് ഇവര് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇവിടെ ഒട്ടിച്ചത്? അതിന് നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന എന്തിനാ? ഒരു പാർട്ടിക്കാർ രണ്ട് പാർട്ടിക്കാർ വീതിച്ചങ്ങ് എടുത്തോ. അതെങ്ങനെ എടുക്കും? ഞങ്ങൾ ബുക്ക് ചെയ്തല്ലോ ആദ്യം. ഞങ്ങളല്ലേ ആദ്യം ബുക്ക് ചെയ്തത്. അതെ, നിർത്ത്. നിങ്ങൾക്ക് ഞങ്ങൾ എഗ്രിമെന്റ് എഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ. എഗ്രിമെന്റ് ഒന്നും എഴുതേണ്ടത്. പിന്നെന്താ? അതാ ഞാൻ പറഞ്ഞു, ഇനി ഇവിടെ ബഹളം ഉണ്ടാക്കി ഞാൻ പോലീസിന് വിവരം അറിയിക്കും. നിങ്ങൾ കുടുങ്ങ്. നിങ്ങൾ എന്ത് കുടുങ്ങ? നിങ്ങൾക്ക് നിയമം വശം അറിയില്ലേ? ഇതൊക്കെ എല്ലാവരും നടക്കണല്ലേ. ഒരു മിനിറ്റ്. ഹലോ, അതെ സുഗതനാണ്. ഞാൻ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വന്നോളൂ. ഇപ്പൊ തന്നെ ശരിയാക്കാം. വന്നോളൂ. എന്താണ് നിങ്ങൾക്ക് എത്ര ദിവസമായി മതിൽ വേണ്ടത്? ഞങ്ങൾക്ക് ഇലക്ഷൻ കഴിയുന്നവരെ. നിങ്ങൾക്കോ? ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ് ഒരാൾ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്താൽ പിന്നെ 5 വർഷമുണ്ട്. 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാര്യം തീരുമാനിക്കാം. എത്തിയല്ലോ. ഇവിടെ വന്നേ സാർ. ഞങ്ങൾ ആദ്യം നിങ്ങളോട് ചോദിച്ചിട്ട് ഒന്നും മിണ്ടാതിരിക്കും. ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാ.
ചേട്ടാ അപ്പൊ പറഞ്ഞ പോലെ നാളെ തന്നെ ഒന്ന് എഴുതിക്കോളാം. എന്ത് അതെ, ഇത് പുതിയൊരു കമ്പനിയുടെ മാനേജരാ. ഞങ്ങൾ ഈ മതിലേ അവർക്ക് പരസ്യത്തിനായിട്ട് 5 കൊല്ലത്തിന് വിട്ടുകൊടുത്തു എന്നുള്ള എഗ്രിമെന്റ് ആണ് ഒപ്പിട്ടത്. ഇനി നിങ്ങൾ ആ മതിലെ തൊട്ടാൽ ആ കമ്പനി നിങ്ങളോട് ചോദിക്കും, ഇറങ്ങി പോന്നോ. താങ്കൾ ആത്മനിന്ദ നടത്തുന്നു. ഇത് രാഷ്ട്രീയത്തിലെ പുതിയ ചുവടുവയ്പായി കണക്കാക്കാമോ? അതിപ്പോ നിങ്ങളിപ്പോ പറഞ്ഞില്ലേ, ഇപ്പൊ പറഞ്ഞ എന്താണ് ചുവടുവയ്പ് അതല്ല അതിനു മുമ്പ് പറഞ്ഞേ ആത്മനിന്ദ. അതെന്താണ്? നിറത്തിന്റെയും മറ്റ് പല ഭാഷകളുടെ പേരിലും ഗ്ലോബൽ പ്രൈസ് നിഷേധിക്കുന്നതിന്റെ ഒരു മാനദണ്ഡം അതെനിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. അതിന്റെ അന്തരാർത്ഥത്തിലേക്ക് പോവുകയാണെങ്കിൽ സത്യശീലൻ എനിക്ക് ഒരു 2 മിനിറ്റ് കൂടെ താങ്കൾ തരേണ്ടി വരും. ഹലോ. കേക്കാം പറഞ്ഞോളൂ. കണക്ഷൻ കട്ട്. പിന്നെ ഇപ്പൊ നമുക്ക് ഒരു കുറവ് എന്ന് പറയുന്നത് ഇപ്പൊ രാഷ്ട്രീയം ആണ്. രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഈ പാർട്ടിയിൽ വരുന്നതിന് മുമ്പ് ഞാൻ വരെ ഒരു കൊടി വിളിക്കേ ഒരു മുദ്രാവാക്യം വിളിക്കേ ഉണ്ടായിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു കുറവുണ്ട്. അത് ഇനി പ്രാക്ടീസ് ചെയ്യും. ചെയ്യണം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1947 മറ്റാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ഇന്ദിരാഗാന്ധി എന്താണ് പറഞ്ഞത്? ഇന്ത്യ നമ്മുടെ രാജ്യമാണ്, ഇവിടുത്തെ എല്ലാ ആളുകളും സഹോദരന്മാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒറ്റണക്ക് വോട്ട് ചെയ്തിട്ടില്ല.